ആ അപവാദ കത്തിനു പുറകിൽ താനല്ല എന്ന സുജിത് ചന്ദ്രൻ. CPIM കുഴൽമന്ദം ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനുമെതിരായുള്ള അപവാദ പ്രചരണങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും സുജിത്. CPIM കുഴൽമന്ദം ഏരിയ സെക്രട്ടറിയെയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വനിതയെയും ചേർത്ത് പ്രചരിക്കുന്ന ഓമക്കത്തിന് പിന്നിൽ താനല്ലെന്ന് പെരിങ്ങോട്ടുകുറിശി തൂവക്കോട് സ്വദേശി സുജിത് ചന്ദ്രൻ. അപവാദ കത്ത് പ്രചാരണത്തിന് പിന്നിൽ CPIM അംഗവും പെരിങ്ങോട്ടുകുറിശി കുണ്ടുകാട് സ്വദേശിയുമായ പ്രസാദാണെന്ന് പറയണമെന്നാവശ്യപ്പെട്ടാണ് തനിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. പ്രചരിക്കുന്ന കത്തിലെ കൈയക്ഷരവും തന്റെ കൈയക്ഷരവും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയതായും സുജിത് ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. LC സെക്രട്ടറി എന്നിവരുടെ ശല്യം കാരണം ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചിരുന്നതാണ്. അങ്ങനെ ഇരിക്കത്തിലെ സ്ഥിതി ഭയങ്കര മോശമായപ്പോൾ ഞാൻ കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഈ എന്നെ ഭീഷണിപ്പെടുത്തിയ റിയാസ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു 4 ദിവസം മുൻപ് ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പകർപ്പാണ് ഇത്. ഇതിൽ എൻ്റെ അടുത്ത് പറയുന്നത് പ്രസാദ്, നിസാർ എന്ന 2 പേരുടെ പേര് അവരാണ് ഈ കത്തിൽ അപവാദ കത്ത് എഴുതിയതിന് പിന്നിൽ അവരാണെന്ന് ആരോപിക്കാനാണ് എന്നോട് പറയുന്നത്. ഞാൻ 1.5 കൊല്ലം മുൻപ് എഴുതി കൊടുത്ത പരാതിയുടെ പകർപ്പ് വടകര സ്വദേശിയായ ഒരു വിനോദും അവന്റെ സുഹൃത്തും എന്റെ സുഹൃത്തുക്കളാണ്. അവരാണ് എനിക്ക് ആ പരാതി 1.5 വർഷം മുൻപ് എഴുതി തന്നത്. ഈ അപവാദം പ്രചരിപ്പിച്ച കത്തിനോട് ആ കയ്യക്ഷരത്തിൽ സാമ്യമുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയോടുകൂടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ അപവാദത്തിന്റെ മുഖ്യ കക്ഷിയായ സജിതയുടെ നേതൃത്വത്തിൽ, ഫക്കീറിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 100ഓളം പേര് എന്റെ സ്ഥാപനത്തിൽ വന്നാണ് എന്നെ ആക്രമിച്ചത്. ആ ആക്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ മൊബൈൽ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ ഉണ്ടായത്. ഇത് ഏകദേശം ഒരു 10-20 ദിവസമായിട്ട് ഈ നാട്ടിൽ കേട്ടുകേൾവിയുള്ളൊരു സംഭവമാണ്. ഈ സംഭവം വർഷങ്ങളായിട്ട് നാട്ടിൽ ഇങ്ങനെ ഇവര് തമ്മിൽ ഇങ്ങനെ അറിയുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടുള്ള അറിവ് നമുക്കുണ്ട്. പക്ഷെ അല്ലാതെ ഇത് പ്രചരിപ്പിക്കാനോ ഇതിനോ ഒന്നും നമ്മൾ നിന്നിട്ടില്ല. ഇവരുടെ ഭീഷണി കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ കൊല്ലുമെന്നാണ് ഏരിയ സെക്രട്ടറിയുടെയും അവരുടെ CPIMന്റെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുടെയും ഭീഷണി. കഴിഞ്ഞ കുറച്ചു നാളായി ഏരിയ സെക്രട്ടറിയെയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റെയും ചേർത്ത് പെരിങ്ങോട്ടുകുറിശി മേഖലയിൽ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച 1-ലധികം പരാതികൾ കോട്ടായി പോലീസ് സ്റ്റേഷനിലുമുണ്ട്. ഇതിനു പിന്നിൽ ഈ പ്രദേശത്തെ CPIM വിഭാഗീയതയാണ്. കത്തെഴുതിയത് താനാണെന്ന് വരുത്തി തീർക്കാൻ താനുമായി പൂർവ്വവൈരാഗ്യമുള്ള പോലീസുകാരനാണ് ശ്രമിച്ചത്. ഇതിനായി തനിക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാൾ സ്റ്റേഷൻ നൽകിയ പരാതിയുടെ പകർപ്പും ഇതേ പോലീസുകാരൻ പുറത്തുവിട്ടിരുന്നു. പ്രസാദിന്റെ പേര് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞാണ് ആൾക്കൂട്ട മർദ്ദനമുണ്ടായത്. സമീപത്തെ സ്ഥലത്തെ CPIM വിഭാഗീയതയാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം. നിജസ്ഥിതി വെളിച്ചത്തു വരുവാൻ കൃത്യമായ അന്വേഷണം വേണമെന്നും തനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും സുജിത് ചന്ദ്രൻ പറഞ്ഞു. എന്റെ ക്യാമറ വിഷ്വലിൽ അത് കിട്ടിയിട്ടുണ്ട്. എന്റെ CH അസോസിയേറ്റ് എന്ന് പറയുന്ന മണി ലെൻഡിങ് സ്ഥാപനമാണ് എന്റെ. അതിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഇത്രയും ആളുകൾ ചേർന്ന് സംഘടിതരായിട്ട് വന്ന് എന്നെ ആക്രമിച്ചത്. ഈ ഇന്നലെ കോട്ടായി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ ഈ മർദ്ദിച്ച് ഉൾപ്പെടെ പരാതി കൊടുത്തല്ലോ. അപ്പൊ എന്താണ് അവര് മറുപടി? പോലീസ് സ്റ്റേഷനിൽ അവര് വിളിച്ചു പറഞ്ഞ് ആര് വിളിച്ചാലും പോലീസ് വരണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇവർ എന്നെ ആക്രമിക്കാൻ വന്നത്. ലാസ്റ്റ് ഞാൻ 112ലേക്ക് വിളിച്ചിട്ട് കൺട്രോൾ റൂമിൽ നിന്നാണ് വിളിച്ചിട്ടാണ് പോലീസിന് സഹായം തേടിയത്. പോലീസ് നിസ്സഹായരാണ്. പോലീസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം 15 വർഷമായിട്ട് ആ കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാനായിട്ട് ഇദ്ദേഹത്തിന്റെ പരിധിയിൽ എനിക്ക് മുൻപ് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ പരിസരത്തുള്ള സ്ത്രീ ഞാനൊരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരുടെ 4 ഗ്രാമിന്റെ സ്വർണം ഞാൻ ഊരി വാങ്ങി. ആ ഊരി വാങ്ങിയ സ്വർണം പൊട്ടിച്ചോടിയതാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അളിയനെ സാക്ഷിയാക്കിയിട്ട് ഈ കേസിൽ അവരിപ്പോ പറയാൻ പറയുന്ന പ്രസാദിനെ സാക്ഷിയാക്കിയിട്ട് ആലത്തൂർ പോലീസ് അതിന്റെ പേരിൽ കേസെടുത്തിരുന്നു. ആ കേസ് ഈ സ്വർണം 4 ഗ്രാം നഷ്ടപ്പെട്ടു പറയുന്ന സ്ത്രീ തന്നെ നേരിട്ട് വന്നിട്ട് അത് ജാഫർ എന്ന് പറയുന്ന ആളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്കിതിൽ പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ നിന്ന് ആ കേസ് വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ.
ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.